നമസ്കാരം. പന്ന്യൻ രവീന്ദ്രൻ, ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ മത്സരത്തിന് ഇവർ ഒരുമിച്ചിറങ്ങുമ്പോൾ ആരാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയ കിരീടം അണിയാൻ അർഹൻ? വിജയം ആർക്കൊപ്പമാണ്? BJPയെ സംബന്ധിച്ച ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ആകുലതയുള്ള മണ്ഡലവും ഇതുതന്നെയാണ്. പിന്നെ കോൺഗ്രസ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനൊരു പാർട്ടി ഇവിടെ ഉണ്ടോ എന്ന് തന്നെ ജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ എവിടെയും ശശി തരൂരിനെ ഇറക്കിയത് കൊണ്ട് കോൺഗ്രസിന് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 2009 പാലക്കാട് നിന്ന് അപ്രതീക്ഷിതമായി എത്തി തലസ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കിയ ശശി തരൂരിനെയാണ് തുടർച്ചയായ 4ാം വിജയത്തിനായി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടി ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമാണ് കേരളത്തിൽ കാലുകുത്തുന്നത് എന്നത് ജനത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പൊതുജനങ്ങൾ പരസ്യമായി തന്നെ ഈ വികാരം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പൊതുവേദികളിൽ പ്രസംഗിക്കുമ്പോൾ കുറച്ച് ഡയലോഗുകൾ കുത്തിത്തിരിക്കുന്നതല്ലാതെ അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിന് യാതൊരു പ്രയോജനവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂർ എന്ന വ്യക്തി വെറുമൊരു മത്സരാർത്ഥി മാത്രമായി ഒതുങ്ങും. ഏറെക്കാലമായി തുറക്കാതിരുന്ന ശശി തരൂർ MPയുടെ തിരുവനന്തപുരത്തെ ഓഫീസ് തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയാണ് വീണ്ടും തുറന്ന് സജീവമായത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പട്ടി പ്രസവിച്ചാൽ പോലും അവിടെ തരൂരിന്റെ സാന്നിധ്യമുണ്ടാകും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ അദ്ദേഹത്തെ കാണാനും കഴിയില്ല. പിന്നെയുള്ളത് BJPയും LDFുമാണ്. ഇവർ തമ്മിലാണ് പോര്. ജനം ആർക്കൊപ്പം എന്ന കാര്യത്തിൽ ഇരു കൂട്ടർക്കും ഒരുപോലെ സംശയമാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ പോര് BJPയും LDFും തമ്മിലാണ് എന്നത് വ്യക്തം. CPIക്ക് വേണ്ടി മത്സരിക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ ഒരു ശക്തനായ പോരാളി തന്നെയാണ്. എങ്കിലും താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് ആദ്യം തന്നെ പന്ന്യൻ വ്യക്തമാക്കിയിരുന്നു. നിലവിലുള്ള പിണറായി വിരുദ്ധ വികാരവും പന്ന്യന്റെ വിജയത്തെ ബാധിക്കും എന്നുറപ്പാണ്. ഇത് ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്നത് പാർട്ടിയുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒപ്പം പന്ന്യന്റെ പ്രായവും ഒരു ഘടകമാണ്. മാത്രവുമല്ല, ജന്മം കൊണ്ട് കണ്ണൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനാണ് പന്ന്യൻ. 2005 പന്ന്യൻ രവീന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷം ഇടതു മുന്നണിക്ക് മണ്ഡലത്തിൽ ജയം സാധ്യമായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനിയുള്ളത് BJPക്ക് വേണ്ടി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച പുതുതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം. പ്രമുഖ ടെക്നോക്രാറ്റും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ അത് കേരളത്തിന് തന്നെ ബോണസ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. തിരുവനന്തപുരത്തെ IT നഗരമായ ടെക്നോ പാർക്ക് ഉൾപ്പെടെ കൂടുതൽ വിപുലീകരിച്ച യുവാക്കൾക്ക് ജോലി ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് നിഷ്പ്രയാസം കഴിയും. BJPയുടെ ദേശീയ വക്താവായും NDAയുടെ കേരള ഘടകം വൈസ് ചെയർമാനായും പ്രവർത്തിച്ച് പരിചയമുള്ള രാജീവ് BJPയുടെ IT മുഖം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം, തീരശോഷണവും സോഫ്റ്റ്വെയർ കയറ്റുമതി മുതൽ പലസ്തീൻ, ഹമാസ് എന്നിവയുമൊക്കെ ഇത്തവണത്തെ മത്സര വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായി പഠിച്ചതും അറിഞ്ഞതുമായ വ്യക്തി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിന് ഒരു സ്കോർ അധികം നേടാൻ സാധിച്ചേക്കും. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തവണ BJPക്ക് തന്നെയാകും വിജയസാധ്യത എന്ന രത്ന ചുരുക്കം.